മുത്താന്തറയിലേക്ക് പോകണം. മുത്താന്തറയിൽ 56-ാം ബൂത്തിൽ VS രഞ്ജിത്തുണ്ട്. രഞ്ജിത്ത്, ഈ മുത്താന്തറയിൽ നേരത്തെ മെഷീൻ പ്രശ്നം ഉണ്ടായിരുന്നു. അവിടെ BJP സ്ഥാനാർത്ഥി അവിടെ എത്തി വോട്ടിംഗ് വൈകിക്കുന്നു എന്നുള്ള ആശങ്ക അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ 6 മണിക്ക് ഇപ്പോഴും അവിടെ ക്യൂ തുടരുന്നുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? സ്മൃതി, ഇവിടെ ക്യൂ തുടരുന്നുണ്ട്. ഇപ്പോൾ 110 പേർക്ക് ടോക്കൺ കൊടുത്തിട്ടുണ്ട്. 110 പേര് ക്യൂവിലുണ്ട്. 6 മണിക്ക് ശേഷം ഗേറ്റ് കടന്ന് ബൂത്തിലേക്ക് എത്തിയിട്ടുള്ള 110 പേർക്കാണ് ടോക്കൺ കൊടുത്തിട്ടുള്ളത്. നേരത്തെ വൈകിട്ട് 3-3:30 മണിയോട് കൂടിയിട്ടാണ് ഇവിടെ VVPAT മിഷൻ പണിമുടക്കിയത്. അത് നോട്ട് റെസ്പോണ്ടിങ് എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അത് കൃത്യം BJP സ്ഥാനാർത്ഥി ഇങ്ങോട്ട് എത്തിയ സമയത്താണ് അത് പ്രശ്നമുണ്ടാക്കിയത്. ഇവിടെ മാത്രവുമല്ല, 56-ാം ബൂത്തിൽ തുടക്കം മുതൽ തന്നെ വളരെ പതുക്കെയാണ് പോളിംഗ് നടന്നുകൊണ്ടിരുന്നത്. പതുക്കെ പോളിംഗ് നടക്കുന്ന ആ ഘട്ടത്തിൽ 1 മണിക്കൂറും 3/4 മണിക്കൂറും ഒക്കെ എടുത്ത ആളുകൾ വോട്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നീട് വൈകിട്ടായപ്പോഴേക്കും ഈ മെഷീൻ തകരാറായതോടുകൂടി പിന്നെയും അത് വൈകാൻ തുടങ്ങി. ഇപ്പോൾ 6 മണിക്ക് ശേഷം ബൂത്തിലെത്തുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാകും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൃത്യമായി ടോക്കൺ വിതരണം നടത്തിയിരിക്കുന്നു. 110 പേരുണ്ട്. കൃത്യം പറഞ്ഞാൽ 1 മണിക്കൂറിനകം വോട്ട് പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായി ഇവിടെ പ്രശ്നബാധിത ബൂത്ത് എന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ രാവിലെ പോളിംഗ് ആരംഭിച്ചത് മുതൽ ഇന്നേരം വരെ ഒരു പ്രശ്നവും ഈ ബൂത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ CPMൻ്റെ ജില്ലാ സെക്രട്ടറിയൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നത് മുത്താന്തറയിൽ വലിയ തോതിൽ കള്ളവോട്ട് ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും ഇലക്ഷൻ ഏജന്റുമാരോ ബൂത്തിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ രാവിലെ മുതൽ പരാതി എന്ന് പറയുന്നത് ഈ എന്നെ 56-ാമത്തെ ബൂത്തിൽ ഇങ്ങനെ കുഴിച്ചിട്ടിരിക്കുകയാണ് എന്നാണ്. കാരണം വെച്ചാൽ അതൊരു പ്രശ്നബാധിത ബൂത്ത് ആണ് എന്നുള്ളതുകൊണ്ട് അവിടെ നിന്ന് എങ്ങോട്ടേക്കും മൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല രഞ്ജിത്തിനെ ഇപ്പോൾ ഗേറ്റിനകത്താക്കി ഗേറ്റ് അടച്ചതാണ് തോന്നുന്നത്. ഗേറ്റിനകത്താണ് ഇപ്പോൾ രഞ്ജിത്തിനെ കാണുന്നത്. നമുക്ക് ഈ പിരായിരി പഞ്ചായത്തിലേക്കൊന്ന് പോകണ്ടേ? അവിടെ